അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به الكرب وتقلى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതാണ് നാരിയ സ്വലാത്ത്. 11 പ്രാവശ്യം മുതൽ 444 തവണ വരെ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സമസ്തക്കാർ കൊണ്ടെടുക്കുന്ന ബിദ്അത്തായ ശിർക്കായ സ്വലാത്താണ് നാരിയ സ്വലാത്ത്. ഇതില് അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് ഗുണവും പരിപൂർണമായ രക്ഷയും ചെയ്യണേ എന്നാണ് ആദ്യ ഭാഗം. അതിൽ തെറ്റില്ല. പിന്നെ പറഞ്ഞു അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബി മുഖേനയാണ്, നബിയെ കൊണ്ടാണ്, നബി കാരണമായിട്ടാണ് കെട്ടിക്കുടുക്കുകൾ അഴിയുന്നത്. വതൻഫർജു ബിഹിൽ ഖുറബ്, നബി കാരണമായിട്ടാണ് പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. വതുഖലാ ബിഹിൽ ഹവായിജ്, നബി കാരണമായിട്ടാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. വതുനാലു ബിഹിർ റഗായിബ്, നബി കാരണമായിട്ടാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. വഹുസ്നുൽ വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം, ആ നബിയുടെ ശറഫാക്കപ്പെട്ട വജ്ഹ് മുഖേന മേഘത്തോട് മഴ തേടപ്പെടുന്നു. അതേപോലെ വഹുസ്നുൽ ഖവാത്തിം, ഏറ്റവും നല്ല അന്ത്യം ലഭിക്കുന്നതും നബി കാരണമായിട്ടാണ്. ഇതാണ് നേരെ അർത്ഥം. ഇതിപ്പോ ശിർക്കാണോ വെച്ചാൽ നമുക്കാക്കി തർക്കണ്ടോ? ഒരു തർക്കം. അയാളെ ബുദ്ധിമുട്ടും പ്രയാസവും കട്ടപ്പാടും ഒക്കെ ഒഴിവാകുന്നത് നബിനെ കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിശേഷണം നബിക്ക് വകച്ചു കൊടുക്കലാണ്. അള്ളാഹുവാണ് പ്രയാസം തീർക്കുന്നവൻ, അള്ളാഹുവാണ് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നവൻ, അള്ളാഹുവാണ് ആഗ്രഹം സഫലീകൃതമാക്കുന്നവൻ. ഈ ഗുണങ്ങൾ നബിക്ക് വകവെച്ചു കൊടുത്തു. ഇത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ പച്ചയായി എഴുതിയിട്ടുണ്ട്. അവരത് വിശ്വസിക്കുന്നുണ്ട്, അവരത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, നബിനെ കൊണ്ട് സ്വഹാബികൾക്ക് പല ബുദ്ധിമുട്ടും ഒഴിവായിട്ടില്ലേ? ഉണ്ട്. അതാണെങ്കിൽ പറയേണ്ടത് എന്താ, നബിയെ കൊണ്ട് ബുദ്ധിമുട്ട് ഒഴിവായി എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞത് തൻഹല്ലു ബിഹിൽ ഉഖദ്, നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കുക അഴിയും എന്നാണ്. അപ്പൊ പണ്ട് ഏതോ അഴിഞ്ഞതല്ല ഉദ്ദേശം അർത്ഥം. സഹാബിമാർ കടം കൊണ്ട് കുടുങ്ങിയപ്പോൾ നബിയുടെ അടുത്ത് വന്നു, നബി ദുആ ചെയ്തു, ഓൽക്ക് പ്രശ്നത്തിന് പരിഹാരമായി. മഴയില്ലാതെ കഷ്ടപ്പെട്ടു, വന്ന് പറഞ്ഞു, റസൂൽ ദുആ ചെയ്തു, മഴ കിട്ടി, പ്രശ്നത്തിന് പരിഹാരമായി. ആ ഒരു അർത്ഥത്തിൽ ഒരാൾ പറയുകയാണെങ്കിലോ അതുള്ളതാണ്. പക്ഷെ ഈ ചൊല്ലുന്നത് എന്താ, നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കുക അഴിഞ്ഞു എന്നല്ല, നബിയെ കൊണ്ട് കെട്ടിക്കുടുക്കുക അഴിയും, നബിയെ കൊണ്ട് ബുദ്ധിമുട്ടൊഴിവാകും, നബിയെ കൊണ്ട് ആഗ്രഹങ്ങൾ സഫലീകൃതമാകും എന്നാണ് പറയുന്നത്. അത് അള്ളാഹുവിന്റെ വിശേഷങ്ങൾ റസൂലിനെ വകവെച്ചു കൊടുക്കലാണ്, അത് സിഫാത്തിൽ പങ്കുചേർക്കലാണ്. അതോടൊപ്പം റസൂൽ സഹായിക്കും, റസൂൽ ഇടപെടും, റസൂൽ കാണും, റസൂൽ കേൾക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതും ശിർക്കാണ്. അതുകൊണ്ട് മംഗലാപുരം സംവാദത്തിൽ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് എന്നതിന് നബി ബുദ്ധിമുട്ടൊഴിവാക്കും, നബി സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അത് ശുദ്ധമായ ശിർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല എന്നൊരു പറഞ്ഞില്ല. ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല എന്നൊരു പറഞ്ഞില്ല. അതിന്റെ അഹലുകാർ APEക്ക് മുഴുവനും ഒരുപാട് സ്ഥലത്ത് എഴുതി വെച്ചു, ഈ നാരിയ സ്വലാത്ത് മഹത്വമാണ്, എല്ലാ പ്രയാസം തീരും, ഏത് ബുദ്ധിമുട്ടും ഒഴിവാകും എന്ന് എഴുതി വെച്ചു. തുടക്കം തന്നെ പറഞ്ഞെന്താ, മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. എന്നും 11 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ അയാൾക്ക് റിസ്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന. ഇത് 11 വട്ടം ചൊല്ലിയാല് സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. 11 വട്ടം ചൊല്ലുകയാണെങ്കിൽ സുബഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്, അപ്പോഴേ ഈ മെച്ചം കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു 33, പിന്നെ പറഞ്ഞു 100, പിന്നെ പറഞ്ഞു 333, പിന്നെ പറഞ്ഞു 1000. അവസാനം പറഞ്ഞു അതിൻ്റെ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. താഴെ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ അൽ മവാഹിബുൽ ജലിയ എന്ന പുസ്തകം 537 പേജ്. അവസാനത്തെ എണ്ണം 4444. ആ എണ്ണം ചൊല്ലിത്തീർത്താൽ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നെ, ഏത് ബുദ്ധിമുട്ടുള്ള കാര്യം അതോടുകൂടി എളുപ്പമായി മാറും. പിന്നെ വല്ല സംശയം നമുക്കുണ്ടോ? ഇത് പച്ച ശിർക്കിന്റെ ഒരു സംശയമില്ല. ഏത് ബുദ്ധിമുട്ടുള്ള കാര്യം അതോടുകൂടി എളുപ്പമായി മാറും. പിന്നെ വല്ല സംശയം നമുക്കുണ്ടോ? ഇത് പച്ച ശിർക്കിന്റെ ഒരു സംശയമില്ല. ഇനി അത് ടെസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ് ഞാൻ മംഗലാപുരത്ത് നിന്ന് പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം ഇതാണ്, അതുകൊണ്ട് ഇത് ശിർക്കാണ്. ഒരു പറഞ്ഞില്ല ഞങ്ങളുടെ വിശ്വാസം അതല്ല എന്നൊരു പറഞ്ഞിട്ടില്ല.
അപ്പൊ പിന്നെ നമുക്ക് ഒന്നൊരു ഉറപ്പായി. അതുകൊണ്ട് നാദിയാസ്ലാത്ത് ശിർക്കാണോ വെച്ചാല് 100% ശിർക്ക്, യാതൊരു സംശയം നമുക്ക് ആ വിഷയത്തിലില്ല. ഒരു ആശങ്കയും വേണ്ട. തുറന്ന് പച്ചയായി എവിടെയും പറയാം.